നമസ്കാരം, അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. തമിഴ്നാട് ദേവി ക്ഷേത്രത്തിൽ 2024 ഡിസംബർ 22 മുതൽ നടക്കുന്ന ഭാഗവത മഹാസത്രത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന നാരായണീയ പാരായണത്തിന്റെ 100ാം ദിവസം ആഘോഷിച്ചു. ചമ്മനാട് ദേവീക്ഷേത്ര അങ്കണത്തിൽ സംഘടിപ്പിച്ച 100ാം ദിന നാരായണീയ പാരായണം ചടങ്ങ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ ശ്രീവത്സൻ നമ്പൂതിരി, ആചാര്യസ്ഥാനത്തുള്ള സജീവ് മംഗലത്ത്, നാരായണീയ സമിതി ചെയർമാൻ ഭാസ്കരൻ നായർ, കൺവീനർ ശ്രീമതി രാജലക്ഷ്മി, ഭാഗവത സത്രം വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് മുരളീകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. വൈകിട്ട് വരെ ചമ്മനാട്ടമ്മയുടെ തിരുമണ്ണിൽ നാരായണീയത്തിന്റെ മഹത് ശ്ലോകങ്ങൾ ആലപിച്ച് മഹനീയമായ 100ാം ദിനം നാരായണീയ പാരായണ വേദിയിൽ ഭദ്രദീപ പ്രകാശനത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. സർവത്ര ദേവീനാമസുകീർത്തനം ശ്രീമഹാദേവീ അമ്മേ നാരായണ ദേവീ നാരായണ ഗുരു അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഹരേ നാരായണ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഹരേ നാരായണ. സന്നിധാനത്തിലെ നാരായണീയം ഇന്ന് പാരായണം 100 ദിവസം പൂർത്തിയാവുകയാണ്. തന്നെ പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്. ഈ സുദിനത്തിൽ ഇതിങ്ങനെ തുടങ്ങാൻ തന്നെ കാരണം ഭാഗവത മഹാസത്രത്തിൻ്റെ മുന്നോടിയായിട്ടാണ്. ഈ വേളയിൽ ഇപ്പോൾ പാരായണം ചെയ്ത് പൂർത്തീകരിച്ചത് രുക്മിണീ സ്വയംവരമാണ്, അല്ലേ? ഭഗവാൻ ഭീഷ്മകസുതാം നിർജിത്യ ഭൂമിവാൻ പുരമാനീയ വിധിവൽ ഉപയേമേ കുരുത്വഹ. ആ ശ്ലോകത്തിൻ്റെ വിശദീകരണമാണ് നെയ്യത്തിലൂടെ കൊടുത്തു പാരായണം ചെയ്തു കഴിഞ്ഞത്. ഒരു ശ്ലോകം ചൊല്ലി നമുക്കിവിടെ ഭഗവാന്റെ മഹിമയെ ഒപ്പം ഭഗവതിയോടുകൂടിയാണ് ഇപ്പോൾ ഭഗവാൻ തനിച്ചത്. ശ്ലോകം ത്രൈലോക്യമഹീയസോപി മഹിതം സമ്മോഹനം മോഹനാൽ കാന്തം കാന്തിനിധാനതോപി മധുരം മാധുര്യധുര്യാദവി സൗന്ദര്യോത്തരതോപി സുന്ദരതരം തുദ്രൂപം ആശ്ചര്യതോപ്യാശ്ചര്യം ഭുവനേ നഖസ്യ കുതുകം പുഷ്ണാദി വിഷ്ണോ വിഭോ. ഇത് ലിമിറ്റാണ്. ആ ഗുരുവായൂരപ്പൻ ഒരാളെ ഒരു സ്ഥലത്ത് നിന്ന് ഭഗവാന്റെ അടുത്ത് എത്തിക്കണമെന്ന് വിചാരിച്ചാൽ ആളെ മാത്രമല്ല ഏതു വസ്തുവിനെയും തൻ്റെ അടുത്ത് എത്തിക്കും. അപ്പൊ അപരിമിത തേജസ്സായിട്ടുള്ള കാന്തത്തെ കുറിച്ചാണ് ഇവിടെ കാന്തിനിധാനം എന്ന് പറഞ്ഞത്. അരൂർ വിഷൻ ന്യൂസിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.